നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യത്തെ വാർത്ത വരുന്നത് ഇറാനിൽ നിന്നാണ്. ഇറാൻ ഇപ്പോൾ IOCയുടെ ഒരു എമർജൻസി മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. IOC എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ. അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ, ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്ലാൻ, പ്ലാൻ, ഗസയുടെ പൂർണ്ണ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുക്കുക എന്നുള്ള ആ ഒരു പ്ലാൻ നടത്തുന്നതിനെതിരെ ഇപ്പോൾ IOCയിലെ അംഗങ്ങളെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇറാൻ ഇപ്പോൾ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള അബ്ബാസ് ആരാക്ചി മേഖലയിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള സൗദിയെയും തുർക്കിയെയും ഈ ഒരു കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ പ്രതികരിച്ചിരിക്കുകയാണ്. ഇറാൻ പറയുന്നത് 57ഓളം ഇസ്ലാമിക രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഈ ഒരു ദുരവസ്ഥയ്ക്ക് അതിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ഇറാൻ ഇസ്രായേലിന്റെ ഗസ പ്ലാനിനെ അതിനെ നിശിതമായി തന്നെയാണ് ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. നിയമവിരുദ്ധമാണ് ഗസ പ്ലാൻ എന്നാണ് ഇപ്പോൾ ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്. ഗസയുടെ പൂർണ്ണ നിയന്ത്രണം നേടിയെടുക്കുന്നതിനായിട്ടുള്ള ഈ ഒരു ഗസ പ്ലാൻ ഇതിപ്പോൾ ഇസ്രായേലി സെക്യൂരിറ്റി ക്യാബിനറ്റ് അവർ അംഗീകരിച്ചു കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ ഇസ്രായേലിന് യുണൈറ്റഡ് നേഷൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇത്തരമൊരു പ്ലാൻ അത് ഗസയിൽ വൻ നാശമുണ്ടാക്കുമെന്നാണ് UN പറയുന്നത്. ഇത് ഇസ്രായേലി ഹോസ്റ്റേജസിന്റെ മോചനവും ഇസ്രായേലി ബന്ദികളുടെ മോചനവും അതും വളരെയധികം പ്രതിസന്ധിയിലാഴ്ത്തുമെന്നാണ് UN ഈ കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇതൊന്നും വകവയ്ക്കാതെയാണ് ഇപ്പോൾ ഇസ്രായേൽ തങ്ങളുടെ ഗസ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ ഇത്തരമൊരു മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. ഇസ്രായേലി മിലിറ്ററിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഒരു പ്രസ്താവന വരുന്നുണ്ട്. അതായത് ഗസ സിറ്റിയിൽ നിന്ന് ഏകദേശം 1 മില്യൺ ജനങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്നാണ് ഇപ്പോൾ ഇസ്രായേലി മിലിറ്ററി പറയുന്നത്. അതായത് അവരുടെ ലക്ഷ്യം അത് വ്യക്തമാണ്, ഗസയുടെ പൂർണ്ണ നിയന്ത്രണം അത് ഏറ്റെടുക്കുക. എന്നാൽ ഇറാൻ ഇത്തരമൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും എത്ര അറബ് രാജ്യങ്ങൾ ഇറാനൊപ്പം നിൽക്കും എന്നുള്ളൊരു ചോദ്യം അത് വളരെയധികം പ്രസക്തമാണ്. മറ്റൊരു വാർത്ത വരുന്നത് വെസ്റ്റ് ബാങ്കിൽ നിന്നാണ്. അതായത് റഷ്യയുടെ നയതന്ത്ര വാഹനത്തിന് നേരെ ഇസ്രായേലി സെറ്റിലേഴ്സ് അവർ ആക്രമണം നടത്തിയെന്നാണ് ഒരു വാർത്ത പുറത്തു വരുന്നത്. അതായത് റഷ്യക്ക് നേരെ ഇപ്പോൾ ഇസ്രായേലി സെറ്റിലേഴ്സ് അവരൊരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. റഷ്യ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഇത്തരം ഒരു നടപടി, അതായത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ, ഇസ്രായേലി സെറ്റിലേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം ഒരു നടപടിക്കെതിരെ ഔദ്യോഗികമായി തന്നെ ശക്തമായൊരു പ്രതിഷേധം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റഷ്യയുടെ നയതന്ത്ര വാഹനമാണ് ഇപ്പോൾ ആക്രമണത്തിനിരയായിരിക്കുന്നത്. വാഹനത്തിൽ വ്യക്തമായി തന്നെ നയതന്ത്ര നമ്പർ പ്ലേറ്റ് കാണാൻ സാധിക്കും. എന്നിട്ടും ആക്രമണമുണ്ടായ ഈ ഒരു സംഭവത്തെ റഷ്യ വളരെയധികം ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, അതായത് ഈ റഷ്യൻ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് ഇസ്രായേലി സൈനികർ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നും എന്നാൽ അവർ വേണ്ട രീതിയിലുള്ള ഒരു ആക്ഷൻ എടുത്തില്ല എന്നും ഒരു വിമർശനം അത് ഉയരുന്നുണ്ട്. എന്നിരുന്നാലും റഷ്യൻ നയതന്ത്ര വാഹനത്തെ ആക്രമിച്ച ഈ ഒരു സംഭവത്തിനെതിരെ റഷ്യ എന്ത് നടപടിയെടുക്കും എന്നുള്ളത് വളരെയധികം ആശങ്കയോടുകൂടി തന്നെയാണ് ലോകം കാണുന്നത്. നമുക്കറിയാം, വളരെയധികം പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ, അതായത് ഇസ്രായേൽ ഇറാൻ യുദ്ധസമയത്ത് ആ ഒരു യുദ്ധം കഴിഞ്ഞതിന് ശേഷം റഷ്യയുടെ IL-76 എന്ന് പറയുന്ന വിമാനത്തിൽ ഇറാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാമായി തന്നെ റഷ്യ ഇറാനെ ആ ഒരു സമയത്ത് സഹായിച്ചിരുന്നു. എന്നാൽ അത്തരമൊരു നടപടിക്കെതിരെ ഇസ്രായേലും വിമർശനം ഉന്നയിച്ചിരുന്നു. അതായത് ഇറാനെ സഹായിക്കുന്ന റഷ്യൻ നടപടിക്കെതിരെ ഇസ്രായേലും വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതിനപ്പുറം റഷ്യ എന്ത് നടപടി എടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി തന്നെ നോക്കിക്കാണുന്നത്. ജസ്റ്റ് ഒരു പ്രതിഷേധം മാത്രമേ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയുള്ളൂ, അതോ മറ്റെന്തെങ്കിലും നടപടി റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ.